ജില്ലയിലെ പല സ്ഥലങ്ങളിലും വൈറൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം വളരെയധികം ഉണ്ട് പല സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോത്തുകളിലുണ്ടായിട്ടുള്ള ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നാൽ അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കൊച്ചാളുകൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട് ബ്രേക്കായിട്ട് മാറിയത്. കാരണം ഗൂഡല്ലൂർ പോയി യാത്ര ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് 2-3 പേർക്ക് വന്നു. അങ്ങനെ പല ഇതിൽ നിന്ന് സ്കാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട് ബ്രേക്കായിട്ട് മാറിയത്. ഒരു വാർഡിലാണ് കുറച്ച് കൂടുതൽ കേസുകൾ ഉള്ളത്. പക്ഷേ ഇതിൽ പറയാനുള്ളൊരു കാര്യം ഇവിടെ മാത്രം എന്നുള്ളതല്ല, ശരിക്കും സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം, ശുദ്ധജലം ഉണ്ടാവണം. കാരണം നമുക്കറിയാം നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുകയെന്നും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഇതിലിപ്പോൾ ആർക്കും വലിയ ഗുരുതരാവസ്ഥയിലൊന്നുമില്ല, എല്ലാവരും കൺട്രോൾഡാണ്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിക്ക് കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും അതുപോലെ ആഹാരം കഴിക്കുക, ശുദ്ധജലം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇതിന് വേണ്ടത്. പിന്നെ പലരും ഒറ്റമൂലികളുടെ ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്, അതൊന്ന് ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ചെയ്ത് ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ് ഈ അസുഖം. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ബിൽഡപ്പിൻ്റെ അളവൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. രണ്ടും വൈറൽ ഇത് തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും എയും. എ എന്ന് പറയുന്നത് നമ്മളുടെ വെള്ളത്തിൽ കൂടെ പകരുന്നതും ബി എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കൂടെ പകരുന്നതുമാണ്. നമ്മൾ HIV ഇതൊക്കെ പകരുന്ന എല്ലാ ഇതിൽ കൂടെ തന്നെയാണ് ബി പകരുന്നത്. അവിടെ നിന്ന് പോയിട്ടുള്ള സമീപ പഞ്ചായത്തുകൾക്ക് നമ്മൾ അലർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർവേലൻസ് ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എല്ലാ സ്ഥലങ്ങളിലും വേണം. അത് നമ്മൾ തുടക്കം മുതലേ നമ്മുടെ ഈ ഒരു ആരോഗ്യ ജാഗ്രത പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങളെ പറ്റി. ജലജന്യ രോഗങ്ങൾ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നു, ഇനി ടൈഫോയിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ ജലജന്യ രോഗങ്ങളും നിയന്ത്രിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. രണ്ടുപേരും മരിച്ചു. അവർക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണോ? അത് ഞാൻ ഇതിൽ പറയണ്ട. ഇത് കൃത്യമായിട്ട് എന്താ പറയുക, റെസ്റ്റ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ ഈ അസുഖം വെച്ചുകൊണ്ട് ജോലിക്ക് പോകുക, കഠിനമായ ജോലി ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റെസ്റ്റ് നിർബന്ധമാണിത്. കുറേ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കാരണം മുണ്ടിനീരിനുള്ള പ്രശ്നം ഇതാണ്. അതും ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. തുമ്മുക ചുമക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് രോഗം ഉള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരുന്നത്. അത് ഈ വീക്കം വരുന്ന 2 ദിവസം മുമ്പും അതേപോലെ തന്നെ ഈ വീക്കം കുറഞ്ഞ ഒരു 5 ദിവസവും ഈ അസുഖം പകർത്താനുള്ള, സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കൂളിലും അംഗൻവാടികളിലുള്ള കുട്ടികളെ ഒന്നും ഒരു കാരണവശാലും സ്കൂളിലേക്ക് വിടരുതെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സാം ടൈം ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ അടയ്ക്കാൻ പറയുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വരരുതെന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചികിത്സയ്ക്കുള്ള മരുന്നുകൾ എല്ലായിടത്തും ലഭ്യമാണ്. ഇല്ല, മരുന്നുകൾക്ക് കുറവില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് വാക്സിനെ പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. വാക്സിൻ ആണെങ്കിൽ നമ്മൾ MR വാക്സിനാണ് നമ്മുടെ ഇതിൽ കൊടുക്കുന്നത്. മംസിനുള്ള വാക്സിൻ നമ്മുടെ ഗവൺമെൻറ് സപ്ലൈയിലില്ല. അത് നാഷണൽ ബോഡിയിൽ നിന്നാണ് വരുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇമ്മ്യൂണൈസേഷൻ വകുപ്പിൽ നിന്നാണ് ഏതൊക്കെ ഇമ്മ്യൂണൈസേഷനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്.